വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. ഇപ്പോൾ കുറേ കാലമായിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് വന്നു പോയി. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ കഴിയാണ്ടിരുന്നത്. ഞാൻ എൻ്റെ പഠനവും എല്ലാം പിന്നിലേക്കായിപ്പോയി. ഒരുപാട് ടെൻഷൻ അടിച്ച കുറേ ദിവസങ്ങളായിട്ടോ എനിക്കുണ്ടായത്. ഒക്കെ പോട്ടെ, ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ഏജ് ലിമിറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് നമ്മളോട് തന്നെ സ്നേഹിക്കാൻ, നമ്മളോട് തന്നെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ് ഒരു ജോലി എന്നുള്ളത്. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. ഇപ്പോൾ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മൾക്ക് ഒരുപാട് സഹായങ്ങൾ ചോദിച്ചൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ എത്ര അടുത്തുള്ള ആളാണെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരിക്കും, ചിലപ്പോൾ അവർ പുറമേ പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ ഒരു ഇൻകം കണ്ടെത്തുക. എല്ലാവരും നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ അത്, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ക്ലാസ്സസൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പഠനവും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തായാലും പിന്നോട്ടില്ല. പിന്നെ നമ്മൾ കുറേ ആളുകൾ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ പോട്ടെ, അത് ടെൻഷൻ അടിച്ചിട്ടിരിക്കരുത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ നമുക്കങ്ങനെ പറയാനാണ് പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഇപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഒന്നല്ല, അധികം വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പിന്നിലേക്കായിപ്പോയി. എനിക്കത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെ ഒരു മൈൻഡിലേക്ക് പോയി, വേണോ വേണ്ടയോ എന്നുള്ളൊരു മൈൻഡിലേക്ക് പോയി. കുറച്ച് സമയം എടുത്തു ഈ ട്രാക്കിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻകം എന്തായാലും വേണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മുടെ കണ്ണീരിനൊക്കെ വില ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക തന്നെ വേണം ഇന്നത്തെ കാലത്ത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പല സ്റ്റാർട്ടപ്പ് പോയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സ്റ്റാർട്ടപ്പുകളാണ്. പൈസ ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു ഇൻകമാണ് നമ്മുടെ ഗവൺമെൻറ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ എല്ലാവരും നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഒരിക്കലും പിന്നാക്കം ആരും പോകാണ്ടിരിക്കുക കേട്ടോ. കാരണം പിന്നെ ഒരു വട്ടം നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അതിങ്ങനെ പിന്നോട്ട് തന്നെ വലിക്കുകയുള്ളൂ, ഒരിക്കലും നമ്മളെ മുന്നോട്ട് വലിക്കില്ല. ഞാൻ ഒത്തിരി സമയം എടുത്തു ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സാണ് കേട്ടോ. നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫെയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏപ്രിൽ 15 വരേക്കുള്ളത് കവർ ചെയ്യാൻ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞാൻ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാ PSC എക്സാമിലും ചോദിക്കുന്നതാണ് പത്മ അവാർഡ്സ് അല്ലേ, 2026 പത്മ അവാർഡ്സ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന 10th പ്രിലിംസിലും VFAയിലും ഒക്കെ കടന്നു വരാവുന്നൊരു ക്വസ്റ്റ്യനാണ് പത്മ അവാർഡ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പത്മവിഭൂഷൺ എന്താണ്? പത്മവിഭൂഷൺ എന്ന് പറയുന്നത് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്നത് കേട്ടോ. 2026 അത് ലഭിച്ചിരിക്കുന്നത് 5 പേർക്കാണ് കേട്ടോ. 5 പേർക്കാണ് 2026 പത്മ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? VS അച്യുതാനന്ദൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. VS അച്യുതാനന്ദൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് 2026. പിന്നെ ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം, ഈ 5 പേരെയും നമ്മൾ പത്മവിഭൂഷണിൽ മറക്കാണ്ട് പഠിച്ചിരിക്കേണ്ട 5 പേരുകളാണ് കേട്ടോ. എത്ര പേർക്കാണ് കിട്ടിയിരിക്കുന്നത്? 5 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പത്മവിഭൂഷണുണ്ട് 13 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ ഒന്ന് പരിചിതമാക്കിയിട്ട് വെക്കണം കേട്ടോ. മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പത്മഭൂഷണാണ് കിട്ടിയിരിക്കുന്നത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും. പിന്നെ വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ് കോഷിയാരി, കൽപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി, പീയൂഷ് പാണ്ഡെ, SM കമലാനന്ദൻ, ശിവവാദിൻ, ഉദയ് കോട്ടക്, ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. 2026 പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് പത്മശ്രീ 113 പേർക്കാണ് കേട്ടോ 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പുനിയ, പ്രവീൺ കുമാർ, K പളനിവേൽ, AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ, ബൽദേവ് സിംഗ്, K രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിജൻ സൈക്കിയ ഉൾപ്പെടെ 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞ പേരുകളെല്ലാം നമ്മൾ
പരിചിതമാക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പത്മശ്രീ 113 പേർക്ക് ലഭിച്ചു. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ചിലപ്പോൾ നമ്മൾ പത്മവിഭൂഷണും പത്മഭൂഷണും തമ്മിൽ ഇടകലർത്തിയിട്ടൊക്കെ തരാനുള്ള ചാൻസ് ഉണ്ട്. പത്മ അവാർഡ്സ് നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഇവരുടെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി അശോക ചക്ര ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ് അശോക ചക്ര ലഭിച്ചിരിക്കുന്നത്? ശുഭാംശു ശുക്ലയ്ക്കാണ് കേട്ടോ. 2026 അശോക ചക്രം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അശോക ചക്ര നമ്മുടെ ശുഭാംശു ശുക്ലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ് കീർത്തി ചക്ര ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഓർത്ത് വയ്ക്കണേ, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ് കീർത്തി ചക്ര ലഭിച്ചിരിക്കുന്നത്. ശൗര്യ ചക്ര ലഭിച്ചിരിക്കുന്നത് 3 പേർക്കാണ്. ലഫ്റ്റനൻറ്റ് കമാൻഡർ കെ ദിൽനയ്ക്കും ലഫ്റ്റനൻറ്റ് കമാൻഡർ കെ രൂപ പിന്നെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് വിപിൻ വിൽസൺ എന്നിവർക്കാണ് ശൗര്യചക്ര ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഈ 3 പേര് ഓർത്തിരിക്കണേ. ഏത് അവാർഡാണ് കിട്ടിയതെന്ന് ഓർത്തിരിക്കണം. ശൗര്യചക്രയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് സ്പോർട്സ് അവാർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിനാണ് കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയിയാരാണ്? കണ്ണൂരാണ്. സിംബാബ്വേയും നമീബിയയുമാണ് സംയുക്തമായിട്ടാണ് 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ വേദിയാണ് ഓർത്ത് വയ്ക്കണം. 2026 അണ്ടർ 19 ലോകകപ്പ് നടക്കുന്നത് എവിടെയൊക്കെ വെച്ചിട്ടാണ്? സിംബാബ്വേയും നമീബിയയുമാണ്. PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡൻ്റായിട്ട് നിയമിതയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡൻ്റ് ആരാണ്? PT ഉഷയാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡൻ്റ് ആരാണ്? PT ഉഷ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച് മലയാളിയായ ആരാണ്? കാമ്യ കാർത്തികേയനാണ് കേട്ടോ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് ആരാണ്? കാമ്യ കാർത്തികേയൻ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബീച്ച് കിരീടവും നേടി നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. അപ്പം മാഗ്നസ് കാൾസന് ലോക റാപ്പിഡ് ചെസ് കിരീടവും ലഭിച്ചു, ലോക ബ്ലിറ്റ്സ് കിരീടവും നേടിയിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ മലയാളിയായ നിഹാൽ സരിന് ചാമ്പ്യൻ പട്ടം ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്തുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ് കേട്ടോ. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തകർത്തിട്ടുള്ളത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 2ാമത്തെ റൺ വേട്ടക്കാരനായും കോഹ്ലി മാറിയിട്ടുണ്ട്. ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരയെയാണ് മറികടന്നിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരാണ്? രോഹിത് ശർമ്മയാണ് കേട്ടോ. രോഹിത് ശർമ്മ ഓർത്തിരിക്കണേ. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2026 വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? വിദർഭയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ നടന്ന ഫൈനലിൽ സൗരാഷ്ട്രയെ 38 റൺസിന് കീഴടക്കിയിട്ടാണ് വിദർഭ ചാമ്പ്യന്മാരായിട്ടുള്ളത്. മുംബൈ മാരത്തോണിൽ പുരുഷ വനിതാ കിരീടങ്ങൾ എത്തോപ്യൻ താരങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ സെനഗൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ സെനഗലാണ് ചാമ്പ്യന്മാരായി. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി ഭൂട്ടാൻ്റെ സോനം യഷി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. അയൺ ബട്ടർഫ്ലൈ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈന നെഹ്വാളാണ് കേട്ടോ. ഇനി നമുക്ക് 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. മികച്ച ചിത്രം, അതായത് 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹാംനെറ്റാണ് കേട്ടോ. ഹാംനെറ്റുമുണ്ട്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ചിത്രങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് ഡ്രാമ വിഭാഗത്തിലാണ്. ഹാംനെറ്റ് എന്ന് പറയുന്നത് ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്നത് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. മികച്ച നടനായിട്ട് ഡ്രാമ വിഭാഗത്തിൽ നിന്നും വാഗ്നർ മൗറേനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച നടനായിട്ട് വാഗ്നർ മൗറയാണ് കേട്ടോ. അത് ചിത്രം ദ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രമാണ് കേട്ടോ. അതിൽ നിന്നാണ് ഈ വാഗ്നർ മൗറേനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ നിന്നാണെങ്കിൽ തിലോത്തമ
തിമോത്ത ഷാലമെ എന്നുള്ളതാണ് കേട്ടോ. തിമോത്ത ഷാലമെ 2 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച നടിയായിട്ട് ഡ്രാമ വിഭാഗത്തിൽ നിന്നും ജെസ്സി ബക്ലീനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെസ്സി ബക്ലി, അത് ഹാംലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് കേട്ടോ. ഡ്രാമ വിഭാഗത്തിൽ നമ്മൾ പറഞ്ഞല്ലോ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള അതിലെ നടിയാണ് ജെസ്സി ബക്ലി. അവരെയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ നിന്ന് റോസ് ബൈറനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. റോസ് ബൈറൻ. മികച്ച സംവിധായകൻ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പോൾ തോമസ് ആൻഡേഴ്സിനെയാണ് കേട്ടോ. പോൾ തോമസ് ആൻഡേഴ്സിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നീ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലെ ആ ഒരു സിനിമയിൽ നിന്നാണ് അദ്ദേഹത്തെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത്. ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സ് കേട്ടോ. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം എപ്പോഴും ചോദിക്കുന്നതാണ്. വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദി സീക്രട്ട് ഏജൻ്റ് ആണ് കേട്ടോ. ബ്രസീലിയൻ ചിത്രമാണ് ദി സീക്രട്ട് ഏജൻ്റ് കേട്ടോ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നടൻ മോഹൻലാലാണ് നിയമിതനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ KSRTCയുടെ നിലവിലെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ് കേട്ടോ. മോഹൻലാൽ. രാകേഷ് അഗർവാൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമിതനായി. അപ്പോൾ NIAയുടെ പുതിയ മേധാവി ആരാണ്? രാകേഷ് അഗർവാളാണ് കേട്ടോ. രാകേഷ് അഗർവാളാണ് NIAയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത്. ദിന പൗവൽ മക്കോർമിക്കാണ് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായിട്ട് നിയമിതയായിട്ടുള്ളത്. ദിന പൗവലാണ് ഏതിൻ്റെ? മെറ്റയുടെ കേട്ടോ. മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായിട്ട് നിയമിതയായത് ആരാണ്? ദിന പൗവലാണ് കേട്ടോ. ദിന പൗവൽ. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിൻ്റെ ഭാഗ്യചിഹ്നമായിട്ടുള്ള ഉദയ് തൃശ്ശൂർ ജില്ലക്കാരനായിട്ടുള്ള അരുൺ ഗോകുലാണ് ഈ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നം ഏതാണ്? ഉദയ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് ആരാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? തൃശ്ശൂർ ജില്ലക്കാരനായിട്ടുള്ള അരുൺ ഗോകുൽ കേട്ടോ. അരുൺ ഗോകുലാണ് ഈ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ് കലാ സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. 2024 JC ഡാനിയൽ പുരസ്കാരം ആർക്ക് നേടിയിട്ടുണ്ട്? ആര് നേടി? നടി ശാരദയാണ് കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? കവി KG ശങ്കരപ്പിള്ളയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. SN ഗുപ്തൻ നായർ പുരസ്കാരം ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ VR പ്രബോധചന്ദ്ര നായർക്കാണ് ലഭിച്ചിട്ടുള്ളത്. S ഗുപ്തൻ നായർ പുരസ്കാരം ഭാഷാശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ VR പ്രബോധചന്ദ്ര നായർക്കാണ് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരി മധുരം എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരി മധുരം എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2025 ഓടക്കുഴൽ പുരസ്കാരം സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലൻ്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? EP രാജഗോപാലനാണ്. അദ്ദേഹത്തിൻ്റെ ഏതാണ് സാഹിത്യ വിമർശന ഗ്രന്ഥം? ഉൾക്കഥ. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥൻ്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീത പുരസ്കാരം നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനാണ് ലഭിച്ചിട്ടുള്ളത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഗ്രാസ മാഷലിനാണ് കേട്ടോ. ഗ്രാസ മാഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അവരാരാണ്? മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് കേട്ടോ. മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാഷൽ എന്ന് പറയുന്നത്. അവർക്കാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ പുരസ്കാരം സംവിധായകൻ പ്രിയദർശനാണ് ലഭിച്ചിട്ടുള്ളത്. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? സംവിധായകൻ പ്രിയദർശനാണ്. 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം OV ഉഷയുടെ പ്രിയ കവിതകൾ എന്ന കാവ്യസമാഹാരത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കൃതിയും കർത്താവിനെയും എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. പുതിയ കൃതികളും അത് എഴുതിയിരിക്കുന്ന രചയിതാക്കളെയും ചിലപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ശരിയായ ജോഡി എന്ന രീതിയിൽ തരുന്നത് ഒരു ട്രെൻഡാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ പുതിയ സൃഷ്ടികളും അതിൻ്റെയൊക്കെ രചയിതാക്കളെയും എന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം OV ഉഷയുടെ പ്രിയ കവിതകൾ എന്ന കാവ്യസമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്കാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? M ലീലാവതി.
സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാം സത്യജിത് റായ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് TV ചന്ദ്രനാണ് കേട്ടോ. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാം സത്യജിത് റായ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് TV ചന്ദ്രന്. ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെയ്ക്ക് സുഭാഷ് ചന്ദ്രബോസ് ആപ്തെ പ്രബന്ധൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെയ്ക്ക് സുഭാഷ് ചന്ദ്രബോസ് ആപ്തെ പ്രബന്ധൻ പുരസ്കാരം ലഭിച്ചു. അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ ടോബി കിയേഴ്സനാണ് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് 2026 അർഹയായത്. അപ്പോൾ 2026 ടൈലർ പ്രൈസ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി നോബൽ ആരാണ് നേടിയിരിക്കുന്നത്? ഡോക്ടർ ടോബി കിയേഴ്സനാണ് കേട്ടോ. ഡോക്ടർ ടോബി കിയേഴ്സാണ് 2026 ടൈലർ പ്രൈസിന് അർഹയായിരിക്കുന്നത്. ലേഡിയാണ് കേട്ടോ. അതവിടെ കൊടുത്തിട്ടുണ്ട്. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ. നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ ഏത് സംസ്ഥാനം? ഗുജറാത്ത്. ആശാവാൻ എന്ന് പറയുന്നത് എന്താണ്? പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായിട്ടുള്ള ഒരു മൊബൈൽ യൂണിറ്റ് സംവിധാനമാണ്. അത് ഏത് സംസ്ഥാനമാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഗുജറാത്താണെന്ന് ഓർത്തിരിക്കുക. കോവളമാണ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് AI 2026 AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കോവളം AI ഉച്ചകോടി കേട്ടോ. ലോസ് ആഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ ഏതാണ്? ബ്രഹ്മയുഗമാണ്. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗമാണ് 2026 ഫെബ്രുവരി 12 ലോസ് ആഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ കേട്ടോ. ബ്രഹ്മയുഗം ഓർത്തിരിക്കണേ. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പുതിയ പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അക്ഷരോന്നതി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കരയിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കരയിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി ന്യൂഡൽഹിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു വേദി. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ പോർട്ടലിൻ്റെ പേരാണ് പൻഗുടി ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ഡിജിറ്റൽ പോർട്ടലിൻ്റെ പേരാണ് പൻഗുടി എന്ന് പറയുന്നത്. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച ജർമ്മനി. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യമേതാണ്? ജർമ്മനിയാണ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കി ചൈന. വല്ലാത്തൊരു പേരല്ലേ, വല്ലാത്തൊരു ആപ്പ് ആർ യു ഡെഡ് എന്ന്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കി ചൈന. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം കേരളത്തിൽ നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരെ കാണുന്നു, ജോലിയൊന്നും ആയില്ലേ, കല്യാണം കഴിച്ചല്ലേ, കുട്ടികളില്ലേ, നമുക്ക് നല്ല നെയ്ബേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യമായിട്ടുള്ള ആർട്ടമീസ് 2 ഫെബ്രുവരിയിലാണ് വിക്ഷേപിക്കുന്നത് കേട്ടോ. മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യമായ ആർട്ടമീസ് 2 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചേക്കും. ഇത് ഫെബ്രുവരി 1st എഡിഷനാണ് കേട്ടോ ഈ പറയുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56ാം പതിപ്പ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് നടന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആനുവൽ മീറ്റിംഗ് 2026 എവിടെയാണ് വേദി? സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആയിരുന്നു. ദാവോസ് കേട്ടോ.
കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ആറളം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളം. ഇനി കുറച്ച് വിയോഗങ്ങളാണ് കേട്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാർ ബാരാമതി വിമാന അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അജിത് പവാർ. വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേല താർ അന്തരിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനായിരുന്നു ബേല താർ എന്ന് പറയുന്നത് കേട്ടോ. അമേരിക്കൻ പൗരാവകാശ പോരാളി ക്ലോഡറ്റ് കോൾവിൻ അന്തരിച്ചു. അമേരിക്കൻ പൗരാവകാശ പോരാളി ക്ലോഡറ്റ് കോൾവിൻ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായിരുന്ന ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കണേ. ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി എങ്ങനെയൊക്കെയായിരുന്നു? കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്നു. കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായിരുന്നു കേട്ടോ, ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഇല്യാസ് പാഷ അന്തരിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഇല്യാസ് പാഷ അന്തരിച്ചു. അപ്പോൾ ഇല്യാസ് പാഷ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോൾ താരമാണ്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിരി ജഗൻ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്നു അദ്ദേഹം, അന്തരിച്ചിട്ടുണ്ട്. സിരി ജഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ, സിരി ജഗൻ. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്ക് ടളി അന്തരിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്ക് ടളി അന്തരിച്ചു. അപ്പോൾ നമ്മുടെ ഫെബ്രുവരി 1 എഡീഷനിൽ ഇത്രയൊക്കെ തന്നെയാണ് നോക്കാനുള്ളത്. എല്ലാ പോയിൻറ്റും നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നോക്കിയിരിക്കുന്നവർക്ക് ഇതൊരു റിവിഷനായിട്ട് കണക്കാക്കാവുന്നതാണ് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കേട്ടിരിക്കുകയാണെന്ന് എന്തെങ്കിലും പണിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നും കൂടെ കേട്ടിരിക്കുകയാണെങ്കിൽ ഒരു റിവിഷൻ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും. VFAക്ക് അറിയാലോ, പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. 20 മാർക്കാണ് കറണ്ട് അഫെയറിനുള്ളത്. അപ്പോൾ കറണ്ട് അഫെയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് പോകാം കേട്ടോ. മിക്കപ്പോഴും ഈ PSC ബുള്ളറ്റിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻസൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇതും ബാക്കിയുള്ള നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റും കൂടെ നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതിൻ്റെ സെക്കൻഡ് എഡീഷനുമായിട്ട് കാണാം, 15th എഡീഷനുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.